ഫ്രോക്കിന് മാച്ചിങ് ആയിട്ടുള്ള സിമ്പിൾ ഹെഡ് ബാൻഡിന്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോക്കട്ടോ. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി തരുമെന്ന്. സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഇതുപോലെയുള്ള 2 പീസ് നെറ്റ് ആദ്യം എടുക്കുക. ഹെഡ് ബാൻഡിന്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ക്യാൻ ലൈസ് ആണ് കേട്ടോ. അപ്പം അത് 2 ഇഞ്ചിന്റെ ക്യാൻ ലൈസ് ഈ 2 ലെയർ നെറ്റിന്റെ മേളിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ സൈഡിലേക്കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ നെറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് മാറ്റിലാണ് കേട്ടോ. 1 സൈഡ് മാത്രമേ സ്റ്റിച്ചിങ് ഇവിടെ വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കൂടി ക്യാൻ ലൈസ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ആ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഭാഗത്ത് ആ ഒരു എന്താ പറയുക, ഇതൊരു ടൈങ്കീസ് ടൈപ്പിലുള്ള ഒരു സംഭവമല്ലേ, അത് നമുക്ക് കുത്തിപ്പോവാതിരിക്കാൻ വേണ്ടിക്ക് ഈ ഒരു നെറ്റ് നമ്മൾ കുറച്ചധികം എക്സ്ട്രാ ലേസിനാകാട്ടി കൂടുതൽ എടുത്തിട്ടുണ്ടായിന്. അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതിന്റെ 2 സൈഡും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാനുണ്ട്. നമ്മൾ ഇതൊരു ബോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാൻ ലേസ് എടുത്തിട്ടുണ്ടായത്. ഈ ഒരു ലേസ് നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി കേട്ടോ. ബോണ്ട് ഷേപ്പിലേക്ക് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക. ആദ്യം നമ്മൾ ഒരു തുന്നിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു നൂലൊന്ന് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ഇതിന് വല്ല ബലം പ്രയോഗിച്ചിട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ വലിയൊരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്, അതിൻ്റെ ഉള്ളിലേക്കൂടി ഒന്ന് ജസ്റ്റ് ഈ ഒരു സ്മോൾ ബോ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനടുത്ത് ഡ്രസ്സിനെല്ലാം നമ്മൾ ഫാൻസി കടയിൽ പോയിട്ട് നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഗമ നമുക്ക് ഉണ്ടാവില്ലേ അല്ലേ. അപ്പം നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡ് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിട്ടുണ്ടായത്. ആ ഒരു ഷെയ്ഡ് മാറാൻ വേണ്ടിക്ക് നമ്മൾ അതിനൊന്ന് കവറിങ് ചെയ്യാൻ വേണ്ടിക്ക് ഇതേപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിപ്പം ഒരു 1.5 ഇഞ്ച് വീതിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അത് നമ്മൾ നല്ല ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്യുക. അത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നില്ലെന്തെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി വെച്ചിട്ട് നമ്മൾ കയറ് കോർക്കലില്ല, അതുപോലെ കോർത്തിട്ട് നമ്മളത് തിരിച്ചിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലൊരു ടിപ്പ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചരടില്ലേ, ആ സംഭവം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് എൻഡ് ഭാഗത്ത് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പൈപ്പിങ്ങിന് വേണ്ടിക്ക് നമ്മൾ എങ്ങനെയോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു ചരടിൻ്റെ മേലെ സ്റ്റിച്ച് വീഴാതിരിക്കുക. വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് തിരിച്ചിടാൻ പറ്റൂല. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ചരട് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പം തന്നെ നമ്മൾ അത് ഉള്ളിലേക്കുള്ള ക്ലോത്ത് അടിപൊളിയായിട്ട് നല്ലൊരു ചരട് പോലെ തന്നെ കിട്ടും. ആ ചരടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡിലേക്ക് നമുക്ക് കോർത്ത് കൊടുക്കാനുള്ളത്. സംഭവം പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാലും മതി കേട്ടോ. അപ്പം നമ്മളിത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആ എൻഡ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായ ആ ഒരു ചരടില്ലേ അതിൽ കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിനുശേഷം ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടാവും, ആ സൈഡിലേക്കൂടി ഈ ഒരു ഹെഡ് ബാൻഡിനെ നമ്മൾ ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റിയതിന് ശേഷം നമ്മൾക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു ക്ലോത്തില്ലേ അത് നമ്മൾ നല്ലവണ്ണം ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു ലൈന് പോയിട്ട് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടും കേട്ടോ, നല്ല ഫിനിഷിങ്ങിൽ. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് വലിച്ച് പിടിക്കണം. എന്നിട്ടതിന് ശേഷം നമ്മൾക്ക് അവിടെ ബാക്കി വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. നെക്സ്റ്റ് നമുക്ക് ആ 2 എൻഡ് ഭാഗത്ത് സൂചി നൂല് വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ് ബാൻഡിന് മേക്കിംഗ് ചെയ്യുന്ന ആ ഒരു നമ്മൾ എന്താ പറയുക ത്രെഡ് ഹൗസിലെല്ലാം പോയാൽ കിട്ടും എൻഡ് ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറിലൊരു ടാപ്പ് ഉണ്ടാവും. അത് നമ്മളൊരു സ്റ്റിക്കർ രൂപത്തിലാണ് കിട്ടാൻ. മുകൾ ഭാഗത്ത് നമുക്കൊരു ക്ലോത്തിൻ്റെ ലുക്കാണ് ഉണ്ടാവാൻ. അധികം റെഡിമെയ്ഡ് നമ്മൾ ഹെഡ് ബാൻഡെല്ലാം വാങ്ങുമ്പോൾ അതിന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ എൻഡ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് പിന്നെ വലിച്ച് പിടിച്ചിട്ട് അടിപൊളിയായിട്ടൊന്ന് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം 2 സൈഡിലും ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാനുണ്ട് കേട്ടോ.
ചെറിയൊരു ജലദോഷവും പനിയെല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര വലിയ ക്ലിയർ അല്ല. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോർട്സ് ഇട്ടിട്ട് പോയാൽ മതി എനിക്ക്. നമ്മൾ അതെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിലേക്കൂടി ഈ ഒരു ഹെഡ് ബാൻഡിനെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ബൈ.